കേരള 100% ലിറ്ററസി സാർ എന്ന ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഇപ്പോൾ എയറിലായിരിക്കുകയാണ് ഹിന്ദിയിലൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരെണ്ണൻ. അപ്പോൾ ഇത് നടത്തിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയായിട്ട ഒരു യൂട്യൂബ് കോമഡി ഷോയിലാണ്. അപ്പോൾ ആ ഒരു ഷോയുടെ പേരോ അതിൽ അവതാരകരോ സംഭവങ്ങളോ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഏകദേശം സൈബർ കേസെടുത്തുകൊണ്ട് തന്നെ ഒരു വർഷമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയുടെ 18 എപ്പിസോഡ് ഡിലീറ്റ് ആക്കാൻ നിന്ന്, പക്ഷേ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ അഡ്മിൻ ആ ഒരു ഷോയിലെ മൊത്തം വീഡിയോസും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഈ ഒരു ഡയലോഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുറച്ച് ഡൗട്ടുകൾ നിങ്ങളടുത്ത് ചോദിക്കാനാണ്. അപ്പം ഈ ഒരു ഷോയിൽ ശരിക്കും പറഞ്ഞാൽ മലയാളിയായിട്ടുള്ളൊരു പുള്ളിക്കാരി ചെല്ലുന്നതും അവർ ഇലക്ഷനിൽ വോട്ട് ചെയ്യൂല എന്ന് പറയുമ്പോഴാണ് ഈ ഹിന്ദിക്കാരൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ പൊളിറ്റിക്സ് പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യത്ത് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ ഭരണം കാര്യങ്ങളും വെറുപ്പായതുകൊണ്ടാണ് പലരും വോട്ട് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിലായിരിക്കും പുള്ളിക്കാരൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. പുള്ളിക്കാരൻ നടത്തിയ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പിന്നിലോട്ട് ആലോചിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 6 മാസത്തെ നമ്മുടെ നാട്ടിലെ വാർത്ത എടുത്ത് നോക്കിയപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പല കാര്യങ്ങളും നീതി പുലർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്രൈം തന്നെയാണ്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു നാട്ടിൽ പഴയ തലമുറയിലുള്ളവരും ഇപ്പോഴുള്ളവരും ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത് തന്നെ ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പുള്ളിക്കാരൻ്റെ അച്ഛനെ വെട്ടിക്കൊന്നു എന്നുള്ളൊരു സംഭവം. അതും നടന്നത് ഈ ഒരു 100% ലിറ്ററസി ഉള്ളൊരു നാട്ടിലാണ്. അതിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഒരു പോയിന്റിൽ 100% ലിറ്ററസി ഉള്ളൊരു നാടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല പല കാര്യങ്ങളും പല ക്രൈമുകളും കാണുമ്പം സിനിമയിൽ പോലും ഇത്രയും തരത്തിലുള്ള ക്രൈമുകൾ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇത്രയും ക്രൈം നടന്നിട്ട് പോലും ഈ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിൽ അധികം ആരും ഇതിനെതിരെയൊന്നും സംസാരിക്കാനോ ഇതിനെതിരായിട്ട് ഒരു അവയർനെസ്സോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കൊണ്ടുവരാനോ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല ഈ അടുത്ത് ബഡ്ജറ്റിൽ വന്നൊരു സംഭവമാണ് 15 വർഷങ്ങളിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾക്ക് പകുതി കൂടുതൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു സംഭവം. അപ്പം ഏകദേശം എൻ്റെ ഒരു ബേസിക് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ 90% ഒരു മിഡിൽ ക്ലാസ്സും അതിന് താഴോട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ അവരിൽ ഭൂരിഭാഗവും കയ്യിൽ 15 വർഷത്തിൽ പഴക്കം അതിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികളാണ് ഉള്ളത്. അപ്പം അങ്ങനെ വരുന്ന സമയത്തും പിന്നെ ഈ ഡെലിവറി ബോയ് പയ്യന്മാർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവരുടെ സോഴ്സിൽ 15 വർഷത്തിൽ കൂടുതലുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടികളെടുത്തായിരിക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഈ ഒരു സംഭവം ഭയങ്കര ഒരു അടിയായിട്ടാണ് വരുന്നത്. എന്നിട്ട് പോലും അതിനൊരു എതിരായിട്ട് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ബഡ്ജറ്റിൽ തന്നെ 3000 കാറുകളാണ് അവർ നശിപ്പിക്കുന്നതായിട്ടും പിന്നെ 100 കോടി പുതിയ വണ്ടികൾ എടുക്കാനായിട്ടും അനുവദിച്ചിട്ടുള്ളത്. പിന്നെ പല കാര്യങ്ങൾ ക്ലൈമറ്റ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇതെനക്ക് പ്രതികരിക്കേണ്ടതായിട്ട് കിടപ്പുണ്ട്. എന്നിട്ടും അതൊന്നും പ്രതികരിക്കാതെ ജസ്റ്റ് ഒരു യൂട്യൂബ് ഷോയിൽ നടന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് കാണുമ്പം ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞതിലും കാര്യമില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. മാത്രമല്ല നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ഒരിക്കലും പറ്റിക്കാനും പറ്റൂല. അതേപോലെ തന്നെ അവർ ഒരു കാര്യങ്ങളിലും പ്രതിഷേധിക്കാതെ ഇരിക്കത്തില്ല. എന്നിട്ട് പോലും കേരളം ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ സ്കാമാണ് ഇപ്പം നടന്നത്. പകുതി വിലയ്ക്ക് ബൈക്ക് നൽകുന്ന പേരിൽ നടന്നത്. അതേപോലെ തന്നെ ഈ അടുത്ത് ഈ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളിൽ തന്നെ ഒരു കൊച്ചു ചേർക്കൻ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രിൻസിപ്പാളിനെ മിരട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഫാക്റ്റുകളാണ്. അപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ വിമർശിക്കുവോ അതോ ബാക്കി എല്ലാ ഒരു ആസ്പെക്റ്റും നോക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.